N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ കാണാം. ബസ്സിനടിയിൽപ്പെട്ട് വരന്തരപ്പള്ളി സ്വദേശിയായ ബസ് ജീവനക്കാരൻ മരിച്ചു. നെല്ലങ്കര മണ്ണുത്തി റോഡിൽ നെല്ലങ്കരയിൽ വെച്ച് ടിപ്പർ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികളുടെ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് 8 പേർക്ക് പരിക്ക്. വ്യാജ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വഴി 50 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. പഴഞ്ഞി പെങ്ങാമുക്ക് പെരുന്നാളിനായി കൊണ്ടുവന്ന കൊമ്പൻ മാവേലിക്കര ഗണപതി ചെരിഞ്ഞു. 36ാം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വിജയികൾക്കായുള്ള സ്വർണ്ണക്കപ്പ് ഇരിഞ്ഞാലക്കുടയിലെത്തി. വാർത്തകൾ വിശദമായി അറിയാം. ബസ്സിനടിയിൽപ്പെട്ട് വരന്തരപ്പള്ളി സ്വദേശിയായ ബസ് ജീവനക്കാരൻ മരിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്വദേശി മരോട്ടിക്കൽ ലോനപ്പന്റെ മകൻ 46 വയസ്സുള്ള മനോജാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപത്തായിരുന്നു അപകടം. തൃശൂർ കോടാലി റൂട്ടിൽ സർവീസ് നടത്തുന്ന ദാസ് ബ്രദേഴ്സ് ബസ്സിലെ ജീവനക്കാരനാണ് മനോജ്. സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടാൻ നേരത്ത് ബസിന്റെ ബ്രേക്ക് ഷോവിന്റെ സ്പ്രിംഗ് മാറ്റാൻ ബസ്സിനിടയിൽ കിടക്കുന്നതിനിടെ ബസിന്റെ ചക്രം മനോജിന്റെ ദേഹത്തെ ഇടിക്കുകയായിരുന്നു. സ്പെയർ പാർട്സ് കടയിൽ നിന്ന് സ്പ്രിംഗ് വാങ്ങി മനോജ് ബസ്സിനടിയിൽ കിടന്നു മാറ്റുന്നത് ഡ്രൈവർ അറിഞ്ഞിരുന്നില്ല. വടക്കേച്ചിറയ്ക്ക് സമീപം ഇറക്കത്ത് നിർത്തിയിട്ട ബസ് പോലീസ് വരുന്നത് കണ്ട് പെട്ടെന്ന് മുന്നോട്ടെടുക്കുന്നതിനിടെയാണ് അപകടം. പരിക്കേറ്റ മനോജിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ ചൊവ്വാഴ്ച പുലർച്ചെ മരിച്ചു. നെല്ലങ്കര മണ്ണുത്തി റോഡിൽ നെല്ലങ്കരയിൽ വെച്ച് ടിപ്പർ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. കൂട്ടാല പടിഞ്ഞാപ്പുറത്ത് കുര്യൻ മകൻ 38 വയസ്സുള്ള പ്രിൻസാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ചവറാപ്പാടം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടന്നു. ഭാര്യ സിമി, മക്കൾ താളിക്കോട് ജീവൻ ജ്യോതി പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളായ ആൻമരിയ, ഹെവൻ. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികളുടെ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് 8 പേർക്ക് പരിക്ക്. അതിരപ്പള്ളിക്കടുത്ത് 2ാമത്തെ ചപ്പാത്തിയിലായിരുന്നു അപകടം. കാർ 40 അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:45 അപകടം. കാർ പാർക്ക് ചെയ്യാൻ പുറകോട്ടെടുത്തപ്പോഴാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. കൊണ്ടോട്ടി രജിസ്ട്രേഷനിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന് അല്പസമയത്തിന് ശേഷമാണ് വിവരം പുറത്തറിഞ്ഞത്. കാറിലുണ്ടായിരുന്ന 2 സ്ത്രീകളുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് വിവരം. വ്യാജ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വഴി 50 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. കടുപ്പശ്ശേരി സ്വദേശി പേങ്ങിപ്പറമ്പിൽ വീട്ടിൽ അലക്സ് എന്നയാളിൽ നിന്നാണ് ഷെയർ ട്രേഡിംഗ് നടത്തുന്നതിനായി 50 ലക്ഷം രൂപ പ്രതികളുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയച്ചു വാങ്ങി തട്ടിപ്പ് നടത്തിയത്. പ്രതിയായ കാഞ്ചീപുരം ഷോലിംഗ നെല്ലൂർ സ്വദേശി നവീൻ കുമാറിനെ തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് ചാറ്റുകൾ നടത്തി ട്രേഡിംഗ് നടത്തുന്നതിനായുള്ള പ്ലാറ്റ്ഫോം എന്ന വ്യാജേന ലിങ്ക് അയച്ചു കൊടുത്ത് വിവിധ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ചേർത്ത് പരാതിക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പലതവണകളായി പണം അയച്ചു വാങ്ങിയതാണ് തട്ടിപ്പ് നടത്തിയത്. തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ SHO സുജിത് PS, GSIമാരായ അശോകൻ TN, ഗ്ലാഡിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പഴഞ്ഞി പെങ്ങാമുക്ക് പെരുന്നാളിനായി കൊണ്ടുവന്ന കൊമ്പൻ മാവേലിക്കര ഗണപതി ചെരിഞ്ഞു. ഇന്നലെ രാത്രിയോടെയാണ് കൊമ്പൻ ചരിഞ്ഞത്. പെരുന്നാളിന് ശേഷം പെങ്ങാമുക്ക് തെക്കുമുറിപ്പറമ്പിൽ തളച്ചിരുന്ന ഗജവീരൻ മാവേലിക്കര ഗണപതി ചെരിയുകയായിരുന്നു. എരണ്ടക്കെട്ടിനെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെയാണ് മരണം സംഭവിച്ചത്. ഉത്സവപ്പറമ്പുകളിലെ നിറസാന്നിധ്യമാണ് കൊമ്പൻ മാവേലിക്കര ഗണപതി. വിവരമറിഞ്ഞ് നിരവധി ആനപ്രേമികളാണ് സംഭവസ്ഥലത്തേക്ക് എത്തിയത്. 36ാം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വിജയികൾക്കായുള്ള സ്വർണ്ണക്കപ്പ് ഇരിഞ്ഞാലക്കുടയിലെത്തി. സ്നേഹപൂർവ്വം ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന 117 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പാണ് വിജയികൾക്ക് സമ്മാനിക്കുക.
TN പ്രതാപൻ കൊടുങ്ങല്ലൂർ MLA ആയിരുന്ന കാലത്താണ് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തിയത്. ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് സ്കൂളിൽ നിന്നും ഘോഷയാത്രയായി സ്വർണ്ണക്കപ്പ് പ്രധാന വേദിയായ ടൗൺ ഹാളിലെത്തിച്ചു. സംവിധായകൻ പ്രേംലാൽ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 160 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,335 രൂപ, പവന് 90,680 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബസ്സിനടിയിൽപ്പെട്ട് വരന്തരപ്പള്ളി സ്വദേശിയായ ബസ് ജീവനക്കാരൻ മരിച്ചു. നെല്ലങ്കര മണ്ണുത്തി റോഡിൽ നെല്ലങ്കരയിൽ വെച്ച് ടിപ്പർ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികളുടെ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് 8 പേർക്ക് പരിക്ക്. വ്യാജ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വഴി 50 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. പഴഞ്ഞി പെങ്ങാമുക്ക് പെരുന്നാളിനായി കൊണ്ടുവന്ന കൊമ്പൻ മാവേലിക്കര ഗണപതി ചെരിഞ്ഞു. 36ാം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വിജയികൾക്കായുള്ള സ്വർണ്ണക്കപ്പ് ഇരിങ്ങാലക്കുടയിലെത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനഃസംപ്രേഷണം രാത്രി 10:30-നും 11:30-നും രാവിലെ 6:30-നും 7:30-നും 8:30-നും 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.